ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ കോമ്പിനേഷനിൽ ഒരു പടമുണ്ട്. അതിൽ നിങ്ങളല്ലല്ലോ കണ്ടത്. ഞാൻ ആ. പറഞ്ഞു ഞാനെന്താണ് അവിടുത്തെ കമ്പനി സ്റ്റാഫോ? അവര് സെലക്ടഡ് പ്രൊജക്ട്സിന് എന്നെ വിളിക്കണം വിളിക്കും. തോന്നുമ്പോൾ വിളിക്കും. ഉം. അതിപ്പോ നേരെന്ന് പറഞ്ഞൊരു പടത്തിൽ കാണാതെ വരുമ്പം എന്താണ് പ്രശ്നം വല്ലതും ഉണ്ടോ എന്നുള്ള രീതിയിൽ ചിന്തിക്കല്ലേ. ഉം. എല്ലാ ഫിലിം അതുമാതിരി പൃഥ്വിരാജിന്റെ കാര്യം. ഞാൻ ഇല്ലാത്ത എത്രയോ സിനിമ എൻ്റെ സുഹൃത്ത് ജെയ്ക്സ്, എനിക്കും പൃഥ്വിരാജിനും ഏറ്റവും ഇഷ്ടമുള്ള യങ്സ്റ്റേഴ്സ് കമ്പോസേഴ്സാണ്. അതെ, അതെ. ജെയ്ക്സ് ചെയ്യുന്നുണ്ട്. ഉം. അപ്പം അത് എല്ലാ പടങ്ങളും ഞാൻ അവിടെ നിർബന്ധമില്ല. ഉം. സെലക്ടഡ് പ്രോജക്ട്സ് പൃഥ്വി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പൃഥ്വി മനസ്സിൽ കണ്ടെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്ന പ്രോജക്ട്സ് ആയിരിക്കും എന്നിലേക്ക് തരിക. തരുന്നത്. ആ. പൃഥ്വിയുടെ പ്രൊഡക്ഷൻസിന്റെ എത്രയോ പടങ്ങൾ വേറെ മ്യൂസിക് ഡയറക്ടേഴ്സും ചെയ്യുന്നുണ്ട്. ഷാൻ ചെയ്തിട്ടുണ്ട്, അതെ, ജെയ്ക്സ് അതെ. ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇല്ലില്ല. ആ തെറ്റിദ്ധാരണയല്ല. ആ ഒരു സൗഹൃദത്തിന്റെ എലമെന്റ് കൂടെ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പം ഞാൻ പക്ഷെ പുള്ളിയെടുത്ത് ചില സമയത്ത് സൗഹൃദത്തിന്റെ കാര്യം പറയുമ്പം പുള്ളി എന്നെ കറക്റ്റ് ചെയ്യും. ഉം. സൗഹൃദമുണ്ട്, പക്ഷെ ഞാൻ നിങ്ങളെ വിളിക്കുന്നത് സൗഹൃദം ഓർത്തിട്ടല്ല, അതെ. നിങ്ങൾ എന്നുള്ള വ്യക്തിയുടെ സംഗീതമാണ്. ഉം. അപ്പം അതുകൊണ്ട് എപ്പോഴും എനിക്ക് ഫസ്റ്റ് മ്യൂസിക്കാണ്. ഉം. അപ്പം സൗഹൃദം ഓർത്ത് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മ്യൂസിക് എന്തെങ്കിലും കുറഞ്ഞു പോയാൽ സൗഹൃദത്തിന് എഫക്റ്റ് ചെയ്യും. ഉം. പക്ഷെ മ്യൂസിക്കിനെ തന്നെ വിളിച്ചുകൊണ്ടിരുന്ന സൗഹൃദം എപ്പോഴും ഉണ്ട്. ഉം. ഉം. അപ്പം അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഉം. ചില സമയത്ത് എന്നെ വിളിക്കുന്നത് ഒരു പക്ഷേ എനിക്കൊരു പ്രോജക്റ്റ് തരാനാണോ എന്നുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് വേണ്ട, ഉം. അത് നിങ്ങൾക്കേ ചെയ്യാൻ പറ്റൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. ഉം. അത് കേൾക്കുമ്പോൾ നമുക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് വളരെയധികം ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററുമാണ്. ഇറ്റ്സ് ഹാർട്ട് ഫീലിംഗ്. ഇടയ്ക്കെന്ന് ചോദിക്കാനുള്ളത്, ഈ ഉദിത് നാരായണനും ശങ്കർ മഹാദേവനും ഒക്കെ ഇവിടെ വന്ന് പാടുന്ന സമയത്ത് ഇത് ഇമ്പോർട്ടൻസ് കിട്ടുമെന്ന് മനസ്സിലാക്കിയ ഒരു കാലവും കൂടിയാണ്. അവരുടെ ഭാഷാ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു തെറ്റായിട്ട് കാണുകയോ ഇല്ലെങ്കിൽ മോശമാണെന്ന് പറയുന്ന കൂട്ടത്തിലല്ല നമ്മളുള്ളത്. അതുകൊണ്ടാണ് അവർ നിരന്തരമായിട്ട് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരെ കൊണ്ട് പാടിക്കുന്ന സമയത്ത് ഈ പരുവത്തിലാക്കി എടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ജോലി മ്യൂസിക് ഡയറക്ടേഴ്സ് നോക്കേണ്ടതുണ്ട്. അത് ചില സമയത്ത് ഇവർ ഈ അർത്ഥം അറിയാതെ പാടുന്നുണ്ട്. ചില സമയത്ത് അവരുടെ നല്ല എക്സ്പ്രഷൻസ് വരുന്നത് വാക്കുകൾ ചിലപ്പോൾ അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല, പക്ഷെ പാടിയത് കേൾക്കാൻ വളരെ രസമുണ്ടാവും. അങ്ങനത്തെ ടേക്ക് അറിയാതെ ഇട്ട് പോകുമ്പോഴാണ് ഈ തിരിച്ചടിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനത്തെ ടേക്ക് കണ്ടു കഴിഞ്ഞാൽ അവരെടുത്ത് തന്നെ പറയും ഇത് ഉഗ്രൻ എക്സ്പ്രഷനാണ്, പക്ഷെ അതിലെ രാന്നായിരുന്നു വേണ്ടത്, അല്ലെങ്കിൽ നാ അല്ല ഞാന്നായിരുന്നു വേണ്ടത്. അത് പറഞ്ഞിട്ട് അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ, കാരണം ഈ സിംഗേഴ്സ് എല്ലാം അവർ പോലും അറിയാതെ ഒഴുകി പോകുന്നതാണ് ചില ടേക്സിൽ. അവരത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരിത് കേട്ട് തിരിച്ചവരിത് പഠിക്കാൻ നോക്കും, എന്താണ് ആ അബദ്ധത്തിൽ വന്നു പോയതാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ടേക്സ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല. അതല്ലാതെ ചിലപ്പോൾ നമ്മൾ ഇത് നല്ലതുണ്ട് ജനങ്ങൾ സഹിച്ചാൽ മതി എന്ന് വിചാരിച്ച് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാവും. ഉദിത് നാരായണൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരുന്നു. ശങ്കർജിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ശങ്കർജി മ്യൂസിക് കമ്പോസറും കൂടി ആയതുകൊണ്ടാവാം പുള്ളിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. പറയാതെ അറിയാതെ നീ പോയതല്ലേ, ഒരു വാക്ക് മിണ്ടാഞ്ഞതല്ലേ എന്ന് പറയുന്നത് പാടുമ്പോൾ നമുക്ക് ആ ലിറിക്സ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ചില പാട്ടുകളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിൽ കൃത്യമായി നിശ്ചയമുണ്ട്. പക്ഷേ ഈ കാലത്താണ് പാട്ട് ചെയ്യുന്നത്. അപ്പം മെലഡിക്ക് സാധ്യതയുണ്ടെങ്കിലും യങ്സ്റ്റേഴ്സിനെ പ്രതികരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പാട്ട് ചെയ്യുമ്പോഴും ആശങ്ക വരുമോ? ഈ ലിറിക്സിനെയാണോ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു മ്യൂസിക്കൽ സാധനവും കൂടെ ഇതിനകത്ത് കോറിലേറ്റ് ചെയ്ത് വിടണ്ടേ? അതങ്ങനെ തന്നെ വേണോ? അതേ ഉള്ളിൽ ഓൾറെഡി ആ ലിറിക്സ് കേൾക്കുമ്പോൾ അങ്ങനെ തന്നെ വരുമോ? അധികവും ലിറിക്സ് പിന്നെയാണ് വരുന്നത്. പണ്ടത്തെ കാലത്ത് ലിറിക്സ് എഴുതിയിട്ട് സംഗീതം കൊടുക്കുകയാണെങ്കിലും ഇന്ന് തിരിഞ്ഞാണ് അധികവും സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സിറ്റുവേഷൻ നോക്കി, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലിറിക്സിന് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്ത്, ഇപ്പം നമ്മൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാലും ലിറിക്സ് എഴുതിയിട്ട് ലിറിക്സിന് വേണ്ടി കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വന്നാലും അത് ചെയ്താൽ അതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നിയത് ആ പടത്തിൻ്റെ ഒരു ആയുസ് കഴിഞ്ഞാലും ഈ പാട്ട് നിലനിൽക്കും. അല്ലെങ്കിൽ ആ പടം തിയേറ്ററിൽ ഹിറ്റായിട്ടിരിക്കുമ്പോൾ മാത്രമേ ഈ പാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുള്ളൂ. പടം മാറിക്കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ പാട്ടിനോട് ഇഷ്ടം തോന്നണമെങ്കിൽ ലിറിക്സ് തന്നെ ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഇപ്പോഴും ഈ വർഷങ്ങളെല്ലാം പോലും ചില ആൾക്കാർ പറയാതെ അറിയാതെ നീ പോയതല്ലേ, അല്ലെങ്കിൽ ഒരു നോക്ക് കാണുവാൻ കാത്തു നിന്നവൾ എന്നുള്ള ലിറിക്കും, അല്ലെങ്കിൽ അകലെയോ നീ അകലെയോ, ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ലൈഫിൽ അവരെ ഇഷ്ടപ്പെട്ട ആൾക്കാർ അവരെ വിട്ടുപോയ വിഷമങ്ങൾ അവർ ഓർക്കാറുണ്ട് എന്ന് എൻ്റെ അടുത്ത് അവർ പറയുമ്പം എനിക്കത് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അപ്പോൾ അവർ ആ പടമായിട്ടല്ല കണക്ട് ചെയ്യുന്നത്, അവരുടെ ലൈഫായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെയാണ് ലിറിക്സ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പടത്തിൽ മീന മോഹൻലാലിനെ വിട്ടുപോയതാണ്, അല്ലെങ്കിൽ പ്രിയാമണി മോഹൻലാലിനെ വിട്ടുപോയതാണെന്നാണ് സിറ്റുവേഷൻസ്. പക്ഷേ അവരുടെ ലൈഫിൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ അവരെ വിട്ടു പോകുമ്പം ഈ പാട്ട് അവരെ വല്ലാതെ ഹോണ്ട് ചെയ്യും. അപ്പോൾ
അവിടെ നമുക്ക് ലിറിക് റൈറ്ററിനെ തൊഴുതേ പറ്റൂ ആരായാലും. തീർച്ചയായിട്ടും. യങ്സ്റ്റേഴ്സിൽ BK ഹരിനാരായണൻ ഭയങ്കര രസമായിട്ട് കൂടെ കൂടിയിട്ടുണ്ട്. ഹരിനാരായണനും കൂടെ ഒന്ന് ഓർക്കും. ഹരിനാരായണൻ്റെ ഏറ്റവും എനിക്ക് സർപ്രൈസും വിശ്വസിക്കാൻ പറ്റാത്തൊരു മിറാക്കിൾ പോലെ എനിക്ക് തോന്നിയത്, ഹരിനാരായൺ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഉണ്ണികൃഷ്ണൻ സാറാണ് കൊണ്ടുവരുന്നത്. എനിക്ക് അറിയുന്നൊരു പയ്യനുണ്ട്, ദീപക് ഒന്ന് കേട്ട് നോക്കുന്നു പറഞ്ഞു. ലാസ്റ്റ് മൊമെൻ്റ് ഉണ്ടായ ഒരു പാട്ടാണ് ദൂരെ എങ്ങോ നീ. അത് ഇൻ്റർവെൽ ക്ലിപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് ചെയ്ത പാട്ട്. ആ പാട്ട് കമ്പോസ് ചെയ്യുന്നത് ഹരി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ ഹരി വന്നിട്ട് മാത്രമേ ഈ ട്യൂൺ കേൾക്കാൻ പറ്റുള്ളൂ ഹരിക്ക്. എനിക്ക് വാട്സാപ്പിലോ, അന്ന് വാട്സാപ്പ് ഇല്ലെന്ന് തോന്നുന്നു, വേറെ മെയിൽ ചെയ്യാനൊന്നും സ്കോപ്പില്ല. പക്ഷേ ഹരി വന്നു കഴിഞ്ഞ് ഞാൻ ഹരിക്ക് കൊടുത്തു, ഹരി ട്യൂൺ ഇന്നലെ രാത്രിയാണ് ആയത്, ഒരു 8 വരി പാട്ടാണ്, ഒന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് ട്യൂൺ മാത്രം കൊടുത്തു. ഒരു ചായ കുടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമല്ലേ എന്ന് പറഞ്ഞു. ചായ കുടിച്ചു കഴിഞ്ഞ് വന്നിട്ട് പുള്ളി ഫൈനൽ ലിറിക്സാണ് തരുന്നത്. അപ്പോൾ ഒരു ചായ കുടിക്കേണ്ട ഒരു ഗ്യാപ്പിൽ പുള്ളി കംപ്ലീറ്റ് കഥ അതിൻ്റെ അകത്തുണ്ട്. ആ കണ്ണിൻ്റെ മുമ്പിൽ വന്ന് കിട്ടാത്ത ഒരാളെ കണ്ടുപിടിക്കുന്നതാണ് ആ കഥ. ഗ്രാൻഡ് മാസ്റ്റർ ദൂരെ എങ്ങോ നീ, നിന്നെ കണ്ടുപിടിക്കുന്നുള്ളൊരു സംഭവം അതിലുണ്ടാവണം. ഇത് ഹരി എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിച്ച ചോദ്യം, ഉണ്ണിച്ചേട്ടൻ ചിരിച്ചു അത് കേട്ടപ്പോൾ. ഞാൻ ചോദിച്ചു, ഇതൊക്കെ എഴുതിക്കൊണ്ട് വന്നതാണോ? സത്യം പറ, ഇപ്പം അവിടെ ഇരുന്ന് എഴുതിയാണോ? പറഞ്ഞത് ദീപക്കേട്ടാ എനിക്ക് ട്യൂണൊന്നും തന്നിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ട് വരിക. മാത്രമല്ല ഇത് മീറ്റർ കറക്റ്റ് അല്ലേ, ഈ മീറ്റർ എനിക്കിപ്പോഴല്ലേ തരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം മാറ്ററോ, കഥ ആദ്യം അറിയായിരുന്നോ? ഇല്ല, ഇന്ന് രാവിലെ എനിക്കിപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് കഥ പറഞ്ഞു തന്നു. അതിൻ്റെ അടുത്ത് ഫുൾ കഥ പറഞ്ഞില്ല, ഇത്രയും നീ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ അറിഞ്ഞത് വെച്ച് ഞാൻ എഴുതി. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്, ഇതെങ്ങനെ സാധിക്കുന്നു എന്ന്. ഒരു ചായ കുടിക്കുന്ന സമയത്ത് കഥയും കേൾക്കുന്നു, ചായ കഴിയുമ്പോഴേക്ക് പിടിച്ചോ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വന്ന് ഉച്ചയാകുമ്പോഴേക്ക് പാടി കഴിഞ്ഞ് പുള്ളിയുടെ ജോലിയും കഴിഞ്ഞു. അതാണ് BK ഹരിനാരായണൻ. സിത്താരയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് സിത്താര ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് ഒരു മ്യൂസിക് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോഴത്തേക്ക് അത് റെഡിയാക്കി. അങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് BK ഹരിനാരായണനെ കുറിച്ച് ഏറ്റവും എനിക്ക് പറയാനുള്ളത്, ഒരു പാട്ട് ഞാൻ ഇന്നേ വരെ കമ്പോസ് ചെയ്യാത്തൊരു മീറ്ററിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിഹാസ എന്ന് പറഞ്ഞ പടത്തിൽ കോ കാക്കോ എന്നാണ് ഞാൻ ഉണ്ടാക്കിയത്. പുള്ളി ഇത് കേട്ടിട്ട് ദീപക്കേട്ടാ ഇതിൽ എഴുതാൻ, ഞാൻ പറഞ്ഞു ഇതുപോലെ ഇരുന്നാലേ ആ ടീട്ടോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കേൾക്കാത്ത പ്രയോഗം, അതിലൊരു വരി കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി എഴുതിയ ലോക്കാക്കിക്കോ മോനെ. അപ്പോൾ ലോക്കാക്കിക്കോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ലോക്കാക്കിക്കോ മോനെ എന്ന് പറഞ്ഞിട്ട് പുള്ളി എഴുതിയപ്പോൾ ഞാനിങ്ങനെ ഹരി എന്ന് ഞാൻ പറഞ്ഞു, ഇതെങ്ങനെ ഹരി? പറഞ്ഞു, അത് ചക്ക വീട് മൂലത്തെയാണോ കിട്ടുകയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഹരിക്ക് പെട്ടെന്ന് കിട്ടുന്ന സംഭവമാണ്. അസാധ്യമാണ്. ഇടയ്ക്ക് പേഴ്സണൽ ലൈഫിനെ കുറിച്ചൊന്ന് ചോദിച്ചോട്ടെ. പുറത്ത് ആണ് പഠിച്ചതൊക്കെ, എന്നിട്ട് ഇങ്ങോട്ട് കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ വേണ്ടി വന്നതാണോ അതേ പഠിത്തം ഇങ്ങോട്ട് മാറ്റി? അല്ല, ഞാൻ ദുബായിൽ സ്കൂളിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ കർണാട്ടിക് മ്യൂസിക് ഒക്കെ പഠിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതായത് വളരെ വലിയ ട്യൂട്ടേഴ്സ് അല്ല, വേറെ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി അവർ മ്യൂസിക്കും പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ സ്കൂൾ ടീച്ചേഴ്സ് ആയിരിക്കും, അങ്ങനത്തെ ആൾക്കാരൊക്കെ. അപ്പോൾ അങ്ങനത്തെ 2-3 ട്യൂട്ടേഴ്സിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ ആദ്യകാലങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കർണാട്ടിക് പഠിച്ചത്. ഇങ്ങോട്ട് വരുന്നത് ഞാൻ 95-96 കാലഘട്ടത്തിലായിരുന്നു 12th കഴിഞ്ഞത് ദുബായിൽ. ആ സമയത്ത് 12th കഴിഞ്ഞാൽ പിന്നെ കോളേജൊന്നും അവിടെ ഇല്ല, പിന്നെ അവനവൻ്റെ നാട്ടിലേക്ക് പോയാലേ കൂടുതൽ പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്നതാണ്, കാരണം കോളേജൊന്നും ആ നാട്ടിൽ അന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പം തേവര കോളേജിൽ തന്നെ കയറി, കാരണം ആ കോളേജിലാണെങ്കിൽ പഠിത്തത്തിൻ്റെ ഒപ്പം തന്നെ മറ്റേ കോകരിക്കുലർ ആക്ടിവിറ്റീസും നന്നായിട്ട് നടക്കും. അപ്പം അങ്ങനെ എല്ലാം ഒരു നിമിത്തമായിട്ട് വന്ന ദൈവാനുഗ്രഹം. പക്ഷേ അതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ സിദ്ദിഖ് ലാൽ ടീം US-ലേക്ക് പോകാൻ വിളിച്ചതാണ്. തീർച്ചയായിട്ടും അത് ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് US-ലേക്ക് ഒരു ഷോന് കീബോർഡ് പ്ലെയർ ആയിട്ട് പോയതാണ്. ആ ഷോയിൽ വെച്ച് സിദ്ദിഖ് ഏട്ടൻ്റെ കീബോർഡ് പ്ലെയർ മാത്രമല്ല, അകത്തൊരു കമ്പോസറും കൂടി ഉണ്ടെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. കാരണം ഈ ഷോൻ്റെ ഇടയിലുള്ള ഫില്ലർ മ്യൂസിക് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ ഗ്യാപ്സ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ ഷോയിൽ ഇടയ്ക്ക് ഈ ഫില്ലർ മ്യൂസിക് ആയിട്ട് കമ്പോസ് ചെയ്ത മ്യൂസിക് എല്ലാം സിദ്ദിഖ് ഏട്ടന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ സിദ്ദിഖ് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ദീപു ആ ഫില്ലറായിട്ട് ചെയ്ത 2 മിനിറ്റിൻ്റെ മ്യൂസിക് ഇല്ലേ, അതിലൊരു പാട്ട് ഒളിച്ചിരിപ്പുണ്ട്, ശരിക്കും സിനിമയിൽ ഇടാൻ പറ്റിയ പാട്ടാണത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അത്രയൊന്നും ചിന്തിച്ചിട്ടില്ല, ഒരു ഫില്ലർ മ്യൂസിക് വേണം. ദീപു ഇത് ശരിക്കും ഫോക്കസ് ചെയ്യണം, കാരണം ദീപുവിൻ്റെ ഉള്ളിൽ ഈ സാധനം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ സന്തോഷമായി. ആ പ്രായത്തിലുള്ള ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ് നമുക്കൊരു കോൺഫിഡൻസ് വരുന്നത്. 18-19 വയസ്സിലാണ് ഞാൻ ഈ കേൾക്കുന്നത്. അപ്പോൾ അതൊക്കെ കൂടി എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സിദ്ദിഖ് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നാട്ടിലേക്ക് വന്നിട്ട് മ്യൂസിക് കേരളം വിട്,
ഉം. ഇന്നത്തെ കേരളം നിന്ന കൂടുതൽ വളരാൻ പറ്റില്ല. ഇപ്പോൾ രവീന്ദ്ര മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ, വിദ്യാസാഗർ ഇവരെല്ലാവരും ചെന്നൈയിലല്ലേ? ഉം. എന്തുകൊണ്ടാണ് അവർ ഇത്രയും നാൾ ചെന്നൈയിൽ, വിദ്യാജി ഒക്കെ, രവീന്ദ്ര മാസ്റ്ററും ജോൺസൺ മാസ്റ്ററൊക്കെ എന്തുകൊണ്ടാണ് ചെന്നൈയിൽ നിൽക്കുന്നത്? അവിടെയാണ് ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും എല്ലാം ഉള്ളത്. ഉം. അവിടെ ചെന്ന് ട്രൈ ചെയ്യുന്നവർ. ഉം. അങ്ങനെ സിദ്ദിഖേട്ടൻ പറഞ്ഞ പ്രകാരം വന്ന് ഞാൻ കേരളം വിട്ടതാണ്. ഓ സിദ്ദിഖേട്ടൻ്റെ ആ ഒരു അഡ്വൈസ് തന്നെയാണ് എനിക്ക് ആ ഒരു, ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിനെ ആ ഗോഡ് ഫാദർ സ്ഥാനത്ത് കാണുന്നത്.